ವಿನಾಯಕ ವಿಘ್ನರಾಜ ವಿನಾಯಕ ವಿಘ್ನರಾಜ ಏಕದಂದ ಬಾಲಚಂದ್ರ ಏಕದಂದ ಬಾಲಚಂದ್ರ ವಿನಾಯಕ ವಿಘ್ನರಾಜ ಏಕದಂದ ಬಾಲಚಂದ್ರ ಸಮರ್ಪಣಂ 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 ಲಂಬೋದರ ವಿಕಟ ಧೂಮ್ರವರ್ಣ ലംബോദര വികട ധൂമ്രവർണ്ണ വിഘ്നമെല്ലാം നീക്കിടണേ ലംബോദര വികട ധൂമ്രവർണ്ണ വിഘ്നമെല്ലാം നീക്കിടണേ വിനായക വിഘ്നരാജ വിനായക വിഘ്നരാജ ഏകദന്ത ബാലചന്ദ്ര ഏകദന്ത ബാലചന്ദ്ര വിനായക വിഘ്നരാജ ഗജമുഖ സുമുഖ ഗുഹാഗ്രജ ഗജമുഖ സുമുഖ ഗുഹാഗ്രജ ഗണാധീശ ശൂർപകർണ ഗജമുഖ സുമുഖ ഗുഹാഗ്രജ ഗണാധീശ ശൂർപകർണ കൃഷ്ണ പിംഗള ഉമാപുത്ര കൃഷ്ണ പിംഗള ഉമാപുത്ര ഹേ രംഭ ഹേമതുണ്ട ഹേ രംഭ ഹേമതുണ്ട വിനായക വിഘ്നരാജ വിനായക വിഘ്നരാജ ഏകദന്ത ബാലചന്ദ്ര ഏകദന്ത ബാലചന്ദ്ര വിനായക വിഘ്നരാജ ഏകദന്ത ബാലചന്ദ്ര സമർപ്പണം 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 സമർപ്പണം. വണ്ടർഫുൾ പീസ്. ഓക്കെ, സോ ഭജന എന്ന് പറയുമ്പോൾ ഭക്തിയാണ്. ഭക്തി എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരിക്കലും ഭക്തിയില്ലാതെ സംഗീതമില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഈ സംഗീതത്തിന്റെ ഈ വരികൾ എപ്പോഴും ഞാൻ ദക്ഷിണമൂർത്തി സ്വാമി പറഞ്ഞു ഓർക്കും. എപ്പോൾ പാടുമ്പോഴും ശ്രുതിയും താളവും അമ്മയും അച്ഛനും എന്ന് പറഞ്ഞ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പവർ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഭക്തി. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് നമുക്ക് ഭക്തിയായി. അപ്പോൾ ആ ഭക്തിയിലാണ് ഈ ഭക്തി സംഗീതം വന്നത് എന്നാണ് നമ്മുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട്. അപ്പോൾ നാം ഓരോ കാര്യം ഓർക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി സംഗീതം ഇന്ത്യയിൽ ഇത്രമാത്രം ശക്തമായത്? മറ്റുള്ള രാഷ്ട്രങ്ങളിൽ മറ്റുള്ള സംഗീതങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ അതിന് വളരെ കുറച്ച് പ്രാധാന്യമേ ഉള്ളൂ. അവർ കൂടുതലും ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ നൊട്ടേഷൻസും അവരുടെ കമ്പോസിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗീതങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലെ സംഗീതമായിട്ട് നോക്കുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലും ഒരു വ്യത്യാസമായിട്ട് ഞാൻ കണ്ടത് സൂഫി സംഗീതത്തിനാണ്. അത് ഒരു മുസ്ലിം പാരമ്പര്യത്തിലുള്ള സംഗീത ശാഖയിൽ വന്ന ഒരു ഭക്തി പ്രസ്ഥാനമാണ് സൂഫി സംഗീതം. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഈ ഭക്തിയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു വേര് ഉറച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ ജീവിത രീതിയിൽ ഈ ഭക്തി വന്ന് നിറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇന്ന് നമ്മുടെ ഈ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് തന്നെ ഭജൻസ് ദ ആർട്ട് ഓഫ് സിംഗിങ് എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള പല പ്രോഗ്രാംസും സ്റ്റേജ് പ്രോഗ്രാംസും അല്ലെങ്കിൽ എഴുതിയ ആർട്ടിക്കിൾസും വന്നിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരും ഭജൻസ് പാടുന്നവരാണ്. പക്ഷെ ഇതിൻ്റെ വളരെ ഡീപ്പ് റൂട്ടായിട്ട് പോയിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കി അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സപ്താഹങ്ങളിലെല്ലാം ചില സംഗീതത്തിനോട് രുചിയുള്ള ചില ആചാര്യന്മാരുണ്ടാവും. അവർ കുറച്ച് ഇതിനെക്കുറിച്ച് എംഫസൈസ് പറയും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീമതി രാധാ മാധവാണ്. രാധാ മാധവിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാം തന്നെ നമ്മളോട് പറയും. പക്ഷേ എൻ്റെ അറിവിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ട് മാമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സംഗീതത്തിലെ വളരെയധികം വർഷങ്ങൾ നിരന്തരമായി സാധകം ചെയ്യുകയും സംഗീത പ്രോഗ്രാംസ് ചെയ്യുകയും ഭജൻസ് നടത്തുകയും അതുപോലെ തന്നെ അതിന് കൂടുതൽ സമയം കണ്ടെത്തി സ്വന്തം
ഇഷ്ടപ്രകാരം അത് അഭിരുചി വളർത്തി ആ ഉള്ള അഭിരുചി വളരെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ശ്രീമതി രാധാമാധവ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനേക്കാൾ കൂടുതൽ ഞാനത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹം രാധാമാവിൽ നേരിട്ടാണ്. അപ്പോൾ സോഫർ ടു യു മാം. എന്നെ പറ്റി ഇനി അധികം പറയാനില്ല, പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു. സംഗീത ഉപാസക എന്നുള്ളത് മാത്രമേ എനിക്ക് വിശേഷണമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സംഗീതത്തിനോടും അഭിരുചിയുണ്ട്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കാലത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ക്ലാസിക്കൽ സംഗീതം അഭ്യസിക്കണം എന്നുള്ള ഒരു നിർബന്ധം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ വീടുകളിൽ. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചു. അതിന് ഞാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് എൻ്റെ ലേറ്റ് ഗുരു ശ്രീ ഒച്ചിറ ബാലകൃഷ്ണൻ സാറിനോടാണ്. അദ്ദേഹം ഇപ്പൊ ഇല്ല, മ്യൂസിക് അക്കാഡമി പ്രൊഫസറായിരുന്നു തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയിലും എല്ലാം. അദ്ദേഹം എന്താ പറയാ, ലിറ്ററലി ഉന്തി തള്ളി വന്ന് അത് പഠിക്കണം. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നാൽ പോലും 1/2 മണിക്കൂർ പാടൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് 1/2 മണിക്കൂർ 1.5 മണിക്കൂർ ആവും, അത് വേറെ കാര്യം. പക്ഷെ അത്രയും അദ്ദേഹത്തിനോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ ആണ് എനിക്ക് ക്ലാസിക്കലിൽ നിന്നും ബാക്കിയുള്ള ഇതര സംഗീതങ്ങൾ, ഭജനയാണെങ്കിലും ഫിലിം സോങ്സ് ആണെങ്കിലും ലളിത ഗാനങ്ങളാണെങ്കിലും അഭംസ് ആണെങ്കിലും അതിലൊക്കെ ഒരു താല്പര്യം എനിക്ക് വളർത്താൻ കഴിഞ്ഞത് ആ ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു ഫൗണ്ടേഷൻ. സ്വരസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് അറിയണം, നമ്മളെ രാഗം എന്താണെന്ന് അറിയണം, നമ്മൾ എന്ത് പാടുന്നു അതിന്റെ സാഹിത്യം എന്താണെന്ന് അറിയണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാട്ടിനോടൊരു എന്താ പറയാ നീതി പുലർത്താനാവുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ തന്നെ ഭജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ 6th to 17th സെഞ്ച്വറിയോ മറ്റോ ആ സമയത്ത് വളർന്നിട്ടുള്ള പന്തലിച്ചിട്ടുള്ള ആ ഭക്തി മൂവ്മെന്റ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഭഗവാനോടുള്ള ആ ഡിവോഷനും ആ ഏത് ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് വെച്ചാൽ ആ ദൈവത്തിനോടുള്ള എന്താ പറയാ, നമുക്ക് ആ ക്ലോസ്നെസ് ടു ദ ഡേറ്റി എന്ന് പറയില്ല, എങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇതിന് നമുക്ക് പറ്റിയതായിട്ടുണ്ടായിരുന്നത് ഭജനകളാണ്. ആ ഭജ എന്ന് പറയുമ്പോൾ തന്നെ സംസ്കൃത് അതിന്റെ റൂട്ട് വേർഡ് ഭജിക്കുക, സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി സോങ്സ്. അപ്പോൾ പാട്ട് പ്ലസ് ഇൻസ്ട്രുമെന്റ്സ് കൂടി ആവുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് പാടുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ റൂട്ടഡ് ഇൻ അവർ വേദിക് ട്രഡീഷൻ ആണ്. വേദാസിൽ തന്നെ സാമവേദം എന്ന് പറയുന്നത് സൗണ്ട് ബേസ്ഡ് ആണ്, മ്യൂസിക് ബേസ്ഡ് ആണ്. അതിൽ നിന്നാണ് സംഗീതം തന്നെ വന്നിട്ടുള്ളത്. സാമഗീതം തന്നെയാണ് അത് പിന്നെ സംഗീതമായിട്ട് വന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ ഭജന എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തിട്ടുള്ളത് പല പല ലാംഗ്വേജസിലും ഡേറ്റീസും കസ്റ്റംസും പല സമ്പ്രദായത്തിലുള്ള ഭജനകൾ ഇങ്ങനെ പൊട്ടിമുളച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യയെ തന്നെ 4ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ പത്മകുമാർ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, വെസ്റ്റില് ആരൊക്കെയാണ് പോപ്പുലറൈസ് ചെയ്തത്, നോർത്തിൽ ആരൊക്കെയാ. അപ്പൊ അതനുസരിച്ച് ഞാൻ 2-3 അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും പാടാം. Thank you, ma'am. I think we should also tell the audience, as in, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ രാധാമാധവും സെർച്ച് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു മ്യൂസിക്. ഈവൻ ദ പേര് വരുന്നത് വരെ മ്യൂസിക് റിലേറ്റഡ് ആണ്. ഈവൻ ദോ ഷീ ഈസ് എ ഓൺടർപ്രണർ, നല്ല നമുക്കൊക്കെ അനുഭവമുള്ള വലിയൊരു ലീഡറാണ്. ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ IT കൊണ്ടുവരുന്ന ലീഡർഷിപ്പിൽ മുന്നിലുള്ള ഒരാളാണ്. വൺ ഓഫ് ദ പയനിയേഴ്സ് ഓഫ് IT in India, especially in the southern part of India. And she is daughter of Sri A.K. Seshadri. അദ്ദേഹമാണ് കൊച്ചിയിൽ ജങ്കാറും അംബേദ്കർ സ്റ്റേഡിയം ഇതൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള അത്രയും ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്ന കൂടി ഉണ്ട്, അതും പറയേണ്ടതുണ്ട്. അപ്പോൾ ഐ തോട്ട് വി ഷുഡ് നോട്ട് മിസ് ദാറ്റ് പാർട്ട്. ദാറ്റ്സ് ഐ ഇന്റർഫിയർഡ് ഇൻ ബിറ്റ്വീൻ. ആൻഡ് ഓൾസോ ഇന്ത്യസ് ലീഡിംഗ് മാനേജ്മെന്റ് മെന്റർ ശ്രീ V.K. മാധവ് മോഹൻ, അദ്ദേഹത്തിന്റെ
വൈഫാണ് രാധാ മാധവ്. താങ്ക് യു. സോറി to interfere like this. Okay. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. It will be incomplete if I അത് don't വളരെ talk about ഇമ്പോർട്ടന്റ് കാര്യമാണ്. this is a beast I could, ഇതൊന്നും അല്ല, ഒരുപാട് പറയാനുണ്ട്. And also, I should talk about Padma Kumar. Padma Kumar is also a music practitioner, even though he has a I-team, marketing, sales, leading background. Again, one of the earlier MBA holders. And he has also released a music album with P. Jayachandran. So we'll come to those things as we talk. So over to you, back to you, Radha ma'am and താങ്ക് യു ആഷിഷ് ഫോർ യുവർ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ. യെസ്, ആ രണ്ട് വളരെ വിലപ്പെട്ട പോയിന്റ്സ് ആണ് ആഷിഷ് ഇവിടെ പറഞ്ഞത്. അതായത് അത് രണ്ടും പറയേണ്ട ആ സബ്ജക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു വിഷയമായിരുന്നു അത്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഐഡന്റിറ്റിയിൽ പിന്നെ ശശിത് സാറിൻ്റെയും അതുപോലെ വി കെ മാധവൻ സാറിൻ്റെയും പേരുകൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ കേരളത്തോട് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ പല രീതിയിലും അവരത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നല്ല വശങ്ങൾ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറക്കാൻ പറ്റില്ല അവരെ. തിരിച്ച് സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട. നമ്മൾ സാറുമായിട്ട് പലപ്പോഴും പല രീതിയിലും പല സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൻ്റെ അറിവ്, പരിചയം, അതുപോലെ മെൻറ്ററിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. എൻ്റെ അറിവിൽ മെൻറ്ററിങ് എന്നുള്ള കോൺസെപ്റ്റ് ഈ അടുത്തിടയ്ക്ക് വളരെ പോപ്പുലർ ആയെങ്കിലും 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാർ ഈ കോൺസെപ്റ്റ് വിപണിയിൽ ഇറക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രോഡക്റ്റ് ആയിട്ട്. അത് ട്രെയിനിങ് എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ മെൻറ്ററിങ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നതും ആ ഒരു കോൺസെപ്റ്റ് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ നോൺ പേഴ്സണാലിറ്റിയാണ് വി കെ മാധവൻ സാർ. അത് നമുക്ക് പറയാം. ഉപരിയായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. പ്ലീസ്. മ്യൂസിക്കിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, എനിക്കുള്ള എല്ലാ എൻകറേജ്മെന്റും, പാടില്ല എന്ന് പറഞ്ഞാൽ പോലും പിടിച്ചിരുത്തി പാടിപ്പിക്കുന്ന ഒരു ആളാണ്. അത് മാത്രമല്ല, ഈ വേൾഡിലുള്ള എവിടെയൊക്കെ എന്തൊക്കെ തരം സംഗീതമുണ്ടോ അത് എല്ലാം എന്നെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ചെറിയ ഈ ഭജന അല്ലെങ്കിൽ കർണാട്ടിക് മാത്രമേ നമുക്ക് ഉള്ളൂ എന്നുള്ളത്. പക്ഷെ പ്രത്യേകിച്ച് എന്റെ കണ്ണ് തുറന്നത് എന്തൊക്കെ തരം സംഗീതങ്ങളാണ് ലോകത്തുള്ളത്. എല്ലാ ഭാഷകളിലും എല്ലാ തരക്കാരിലും എന്തെങ്കിലും ഒരു തരം സംഗീതം അവരുടേതായിട്ട് എന്ന് പിടിച്ചിട്ടുള്ളതിൽ എല്ലാത്തിലും ഒരു അപാര ഭംഗി തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ അറിയണം. ആ വേൾഡ് മ്യൂസിക് എന്താണ് എന്നുള്ളത് അതിന്റെ ഒരു സെക്ഷൻ തന്നെ ഞാൻ എടുക്കാൻ പറയുന്നുണ്ട് സാറിന്റെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ that open our eyes to what is music all about. കറക്റ്റ് മാം വളരെ കറക്റ്റ് ആണ്. ഞാൻ ഈ സൂഫി സംഗീതത്തെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടത് സാറിൽ നിന്നാണ്. നുസ്രത് ഫത്തേ അലി ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാനി സിംഗർ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് എന്നോട് പറഞ്ഞതും ഞാൻ അദ്ദേഹത്തിന്റെ CD അന്വേഷിച്ച് പോയി ആ പാട്ട് കേട്ടതും ഞാൻ ഇപ്പോഴും ഓർക്കണം. അത് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പരിചയം, ആ സംഗീതത്തിലേക്ക് പരിചയപ്പെടുത്തി തന്നത് മാധവൻ സാറാണ്. ഞാൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പല ക്വിസ് കോമ്പറ്റീഷൻസിലും 1-2 ചോദ്യങ്ങൾ മ്യൂസിക്കായിട്ട് സാറ് കണക്ട് ചെയ്യാറുണ്ട്, അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ വളരെയധികം ആ ഒരു കോൺട്രിബ്യൂഷൻ, ആ എൻകറേജ്മെന്റ്, ഓക്കെ ഞാൻ പറഞ്ഞ ആ എൻകറേജ്മെന്റ് ആണ് നമ്മളെ പിന്നീട് സംഗീതം എന്തെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള ഒരു തുറയിലേക്ക് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഭജൻസ് ദ ആർട്ട് ഓഫ് സിംഗിങ് എന്നാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ ആർട്ട് ഓഫ് സിംഗിങ് ഭജനുമായിട്ട് എന്താ ബന്ധം? കാരണം ഭജൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമോ അല്ലെങ്കിൽ ഒരു കീർത്തനമോ അല്ലേ? അപ്പൊ അത് എന്താണ് സിംഗിങ്ങിൽ? അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം പത്മകുമാർ പറഞ്ഞത് തന്നെയാണ്. ഭജിക്കുക എന്ന് പറയണ ആ അർത്ഥം തന്നെ സംഗീതം കുഡ് ബി എനിത്തിങ്. വേൾഡ് മ്യൂസിക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഗസൽസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ഡിവോട്ടഡ് ടു എ പെർട്ടിക്കുലർ ഡേറ്റ്. ഏതെങ്കിലും ഒരു ലോസ്റ്റ് ലവ്, അതിനെ കുറിച്ചൊക്കെയാണ്. അതൊക്കെ വേറൊരു തരം ഇമോഷൻസ് ആണ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഭജന, പ്രത്യേകിച്ച് നമ്മളെ ഭാരതത്തിൽ ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരനെ ഭജിക്കുക, ഈ ഒരു തലത്തിലേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും ഭജിക്കാം. അതിൽ 2 തരം ഉണ്ടാവും. ഒന്ന് നമ്മൾ കീർത്തനം എന്നും പറയും, ഭജനം എന്നും പറയും.
അപ്പോ ഒരു ലീഡ് സിംഗർ പാടുക, മറ്റുള്ളവര് അതിനെ ഫോളോ ചെയ്യാം എന്നുള്ളത് ഒരു രീതിയാണ്. എല്ലാവരും കൂടെ ചേർന്ന് പാടുക എന്നുള്ളത് ഒരു രീതിയാണ്. ഒരേ ഒരു കാര്യം പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പാടുക, ഒരേ ട്യൂണിൽ പാടുക എന്നുള്ളത് ഒരു രീതി. പല പല ആ രാഗത്തിൽ തന്നെ പല പല വ്യത്യാസങ്ങൾ ഉണ്ടാക്കി പാടുക എന്നുള്ളത് ഒരു രീതി. അപ്പൊ ഇതെല്ലാം അനുസരിച്ചായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാരതത്തിൽ 4ആയി വിഭജിച്ചിട്ടുണ്ട് ഈ സംഗീതം. അത് വലിയ വലിയ ആളുകളാണ് ഈ എന്താ പറയാ ഭക്തി മൂവ്മെന്റിൽ തന്നെയുള്ള പ്രചാരകരാണ് ഈ സംഗീതത്തെ വേർതിരിച്ചിട്ടുള്ളത്. അതായത് അവർ കോൺഷ്യസ്ലി വേർതിരിച്ചതല്ല. അപ്പൊ വെസ്റ്റില് മഹാരാഷ്ട്ര കൊങ്കൺ ഏരിയ, അവിടെ എന്തുകൊണ്ട് അഭംഗ് ഇത്രയും പോപ്പുലർ? അപ്പൊ നമുക്കറിയാം അവിടെ ഈ നാഥ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഏക്നാഥ്, പിന്നെ നാംദേവ്, ഇവരെല്ലാവരും ഒരു 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 ട്രഡീഷണലി ഒരു തരം ഭജിക്കാൻ അവര് തുടങ്ങിയത്. അത് വളരെ പോപ്പുലറായി. They went from village to village popularizing these. തുക്കാറാം ആണെങ്കിലും സൂർദാസ് ആണെങ്കിലും കബീർ ആണെങ്കിലും. അപ്പോ അഭംഗ് എങ്ങനെയാ പാടുക എന്നുള്ളത് ഞാനൊരു 2 lines I thought I would, so that why is it so popular there? And it's ഇപ്പോ പ്രത്യേകിച്ച് മിക്ക കർണാട്ടിക് കച്ചേരികളിലും നമുക്കറിയാം, രഞ്ജിനി ഗായത്രിയുടെ ഒക്കെ കച്ചേരികളിൽ പോപ്പുലർ ഡിമാൻഡാണ് ഒരു അഭംഗെങ്കിലും പാടണം. ആൻഡ് അവര് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് പഠിച്ച് ഒരു ബോംബെയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത് കൊണ്ടും ബ്യൂട്ടിഫുൾ അഭംഗ്സ് ആണ് അവര് ആൽബമായിട്ടും കോൺസേർട്സും ഒക്കെ പാടുന്നത്. അപ്പൊ ഞാനൊരു जा जा ठिकाणी मन जाय माझे, त्या त्या ठिकाणी निज रूप तुझे. जा जा ठिकाणी मन जाय माझे, त्या त्या ठिकाणी निज रूप तुझे. मी तेरी तो मत कर्या ठिकाणी, तेरी तो मत काजी काणी. ते सद्गुरु से उभे पाय दोन्ही, ते गुरु से उभे पाय दोन्ही. श्री राम जय राम जय जय राम, श्री राम जय राम जय जय राम, श्री राम जय राम जय जय राम, श्री राम जय राम जय जय രാം. അഭംഗ് ശരിക്കും ഒരു മാജിക്കൽ പവറാണ്. അത് ശരിക്കും നമ്മളെ ശരിക്കും അട്രാക്ട് ചെയ്ത് കളയും. അതിന്റെ ആ ഭംഗി, ആ പാടുന്ന ഭക്തി, അതിലുള്ള വരികളിലുള്ള ശക്തി, ഇത് രണ്ടും നമ്മളെ മനസ്സിൽ തരംഗങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അഭംഗിനെ കുറിച്ച് ഹിന്ദുസ്ഥാനി ഗായകർ അങ്ങനെയാണ് പറയുന്നത്. അത് പാടിക്കഴിയുമ്പോൾ പാടിയ ആളിൽ നിന്നുള്ള ഒരു വൈബ്രേഷൻ ആയിരിക്കുന്ന എല്ലാ ഓഡിയൻസിലേക്കും ഒരു ചിതറി തെറിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭീംസെൻ ജോഷി പറയുന്നത്. അങ്ങനെയാണ് പാടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്കിതൊന്ന് ഇമാജിൻ ചെയ്യാം. അവർ ആ തമ്പുര അതും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് അതിനെ പ്രചരിപ്പിക്കുകയായിരുന്നു. അപ്പോ എത്രത്തോളം ഭക്തി മൂവ്മെന്റിന് തന്നെ ഇവര് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റ് ഓഫ് ഭക്താസ്. കറക്റ്റ്. അത് ഒരു വലിയ ഡെഡിക്കേഷൻ ആണ്. വെച്ചാൽ അത് നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഒരു വെറും സംഗീതത്തിന് പാടാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കാരണം അതിന്റെ വരികൾ എഴുതിയും ആ വരികളിൽ കൃത്യമായ അതിന് വേണ്ടുന്ന ഒരു സംഗീതം കൊടുക്കുകയും അത് അവർ പാടി പ്രചരിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം. നമ്മളെല്ലാം പോപ്പുലറായിട്ടുള്ള സംഗീതം എടുത്ത് അത് പഠിച്ച് പാടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല. അതിന്റെ ഒരു ഡേറ്റിയാണ് വിത്തോഭ, വിഠലാനെ കുറിച്ചാണ് ഇവര് അത്രയും ഉരുകി ആ വിഠലനെ ഭജന കൊണ്ട് they are actually invoking him.
विठोबा चला मंदिराचे, विठोबा चला मंदिര. അതൊരു വെരി പോപ്പുലർ, പ്രത്യേകിച്ച് രഞ്ജനി ഗായത്രി പാടിയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അഭംഗാണ്. അപ്പൊ ഈ വിധോബാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ആ കേൾക്കണവരുടെ ഒരു അനുഭൂതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് എക്സാക്ട്ലി. ഞാൻ മാം പറഞ്ഞ പോലെ വളരെ ക്വിക്കായിട്ട്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി 2-3 വരികളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പല ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്താണ്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിന് ശേഷം, 8-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഭക്തി മൂവ്മെന്റ്സിലെ ആളുകളായ ബസവേശ്വരൻ കർണാടകയിൽ, അതുപോലെ രാമാനുജൻ, മാധവാചാര്യ, രാമാനുജാര്യർ, പുരന്ദരദാസർ, ഇവരെയൊക്കെ ഈ മാം പറഞ്ഞിട്ടുള്ള ഈ സംഗീതത്തിന്റെ പുതിയ പുതിയ വഴികൾ വെട്ടി തുറന്ന് അതിലെ ഭക്തിയെ നിറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുള്ള മഹാത്മാക്കളാണ്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ ഈ ഭക്തി സമ്പ്രദായം കൂടുതലായിട്ട് വരാൻ ഉണ്ടായത്. പുരന്ദരദാസൻ മാത്രം ഏകദേശം അറിയപ്പെടാതെ പോയ ഏകദേശം 15,000 കൃതികൾ ഉണ്ട് എന്നാണ് പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്. അതിൽ കണ്ടെത്തിയത് വെറും 300-ൽ പരം കൃതികളേ ഉള്ളൂ. അതിൽ കച്ചേരിക്ക് പാടുന്ന കൃതികൾ ലെസ് ദാൻ 100, അല്ലെങ്കിൽ 100-ൽ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രമാത്രം 15,000 കൃതികൾ ഒരു ജന്മത്തിൽ, ഒരു 10, 50, 60 വയസ്സിനുള്ളിൽ എഴുതി തീർക്കുക എന്ന് പറഞ്ഞാലും അത് ഓരോരോ കൃതികളും അത്ര മധുരമായിട്ടുള്ള കൃതികളാണ് അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ രാമാനുജനും മാധവാചാര്യയും അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളും ഇങ്ങനെയാണ് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു വേര് വന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തുളസിദാസ്, ഞാൻ പറഞ്ഞ കബീർ, മീരാഭായ്, അതുപോലെ രാംദാസ്, തുക്കാറാം, ശ്രീകൃഷ്ണ ചൈതന്യ, ഇവരെയാണ് ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ വിപുലമാക്കിയത്. അതിൽ മീര ഭജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഭംഗിയായിട്ട് അതിൻ്റെ വരികളും. ഇപ്പോൾ ലതാ മങ്കേഷ്കർ അവർ പാടിയിട്ടുള്ള ഒരു മീര ഭജൻ നമ്മൾ കേട്ടാൽ ഒരിക്കലും നമ്മൾ ആ ജീവിതത്തിൽ നമ്മുടെ മരണം വരെ മറക്കില്ല. അത്ര ആഴത്തിലാണ് ആ സംഗീതം അവരുടെ തന്നെ ബ്രദറായിട്ടുള്ള ദീന മങ്കേഷ്കർ കൊടുത്തത് പാടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ മീരാഭായി അത് നേരിട്ട് കൃഷ്ണനോട് സംവദിച്ചപ്പോൾ അതിന്റെ ഭക്തി എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ഊഹത്തിന്റെ അപ്പുറത്താണ്. അപ്പൊ ഇതാണ് ഒരു ചെറിയൊരു ഹിസ്റ്ററി. എങ്ങനെയാണ് ഇത് ഭജൻ സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് വന്നത്, എന്താണ്. ഈസ്റ്റിലും ഇതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ഈസ്റ്റ് ബംഗാളില് നമുക്കറിയാം, ഇസ്കോൺ മൂവ്മെന്റിൽ തന്നെ ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരി, ഇത് കണ്ടിന്യൂസ്ലി ഇസ്കോൺ ടെമ്പിൾസിൽ പോകുമ്പോ തന്നെ നമ്മളത് അറിയാണ്ട് നമ്മളും അങ്ങനെ ജപിച്ചു. ചിലവരത് വെറുതെ പാടും, ചിലവര് ഡോലൊക്കെ കുറിച്ചിട്ട് ആലപിക്കുന്നുണ്ടാവും. പക്ഷെ അതൊരു അവരുടെ ഒരു എന്താ പറയാ മഹാമന്ത്രം എന്നാണ് പറയാ. അപ്പൊ അതിന് കണ്ടിന്യൂസ്ലി അവർ പറയും. സൗത്തിൽ ഇപ്പൊ പറഞ്ഞത് കൂടാണ്ട് തന്നെ നമുക്ക് തമിഴ്നാട്ടാണ് ഇതിന്റെ ഭക്തി മൂവ്മെന്റിന് തന്നെ വളരെ എന്താ പറയാ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ആൾവാർസ്, നമ്മാൾവാർസ് എന്ന് പറയും, അവര് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ നയനാർസ് എന്ന് പറഞ്ഞിട്ട് ശിവനെ ഭജിക്കുന്നവരും. ഇത് തിരുപ്പുകളാണെങ്കിലും തിരുപ്പാവയാണെങ്കിലും ദേവാരംസ് ആണെങ്കിലും എത്ര അധികം കോൺട്രിബ്യൂഷൻ ആണ് സൗത്തില് ഇവര് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത് തമിഴിന്റെ ഒരു എന്താ പറയാ, നമുക്കൊന്നും സാധാരണക്കാർക്ക് ഒരിക്കലും വായിൽ പോലും നുഴയാത്ത ലാംഗ്വേജ് ആയിട്ട് ഇപ്പൊ ഒരു ചെറിയ കുട്ടി പാടി പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു തിരുപ്പുകൾ. മുത്തേ തിരുപത്തി തിരുനഗയത്തെ കിരുസത്തെ സിരവണ മുത്തേ കുരുവിത്തു കുറുപറയനവോ തേൻ മുത്തൈ തിരുപത്തി തിരുനഗയത്തെ കിരുസത്തെ സരവണ മുത്തേ കുരുവിത്തു കുറുപറയനവോ തേൻ. ഇത് മുരുകനെ പാടുന്നതാണ്. അപ്പൊ അത്ര പോപ്പുലർ ആണ് ഈ തിരുപ്പുകൾ അവിടെ. മുരുകനെ പറ്റി ഇത് കൂടാണ്ട് തന്നെ അവിടെ സംതിങ് കോൾഡ് ഈ കാവടിച്ചിന്ത എന്ന് പറഞ്ഞിട്ട്, അത് വേലവാ വേലവാ വേൽമുരുകവാവാ 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 വേലവാ ഷൺമുഖ വേലായുധ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാവടി എന്തിക്കൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം ഭജനയുടെ ആ കാറ്റഗറിയിൽ നമുക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്.
ഞാൻ എൻ്റെ ഒരു തിങ്ക്. വളരെ കറക്റ്റാണ്. ആ തമിഴ് നമുക്ക് മറക്കാൻ പറ്റില്ല. മാം കറക്റ്റായിട്ട് സൂചിപ്പിച്ചത് ചിന്ത് പാട്ടുകൾ. ചിന്ത് അതിന്റെ കൃതികള് ഈ അത് വളരെ അലയടിക്കുന്നവരാണ്. അദ്ദേഹം അത് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം, ചിന്ത് പാട്ടിന്റെ പ്രസ്ഥാനം മുരുകന് വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. കാവടി മുരുകദാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് വളരെ വളരെ പോപ്പുലർ ആയിരുന്നു. ഇതുപോലെ ഭജൻസ് സംഗീതം കൂടെ പാടും ആളുകള്. അപ്പൊ അത് വളരെ അധികം പോപ്പുലറൈസ് ചെയ്ത് ഭജൻസിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു സിംഗർ ആയിരുന്നു. അപ്പോ നമ്മളിപ്പോ ഏകദേശം 2-3 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇപ്പോ ആദ്യം എന്താണ് ഈ സംഗീതം, എവിടെ നിന്നാണ് ഇത് ഒറിജിനായിട്ട് വന്നത്, അതിന്റെ വിവിധ തരത്തിലുള്ള തലങ്ങൾ മാം ഇവിടെ പാടി നമുക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടായി. അതുകൂടാതെ ഇത് പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനത്തിൽ വന്ന ഈ ഭജന സമ്പ്രദായം ആരെല്ലാമാണ് പ്രചാരത്തിൽ ആക്കിയത്, ആ ഒരു വിഷയം നമ്മളിവിടെ സംസാരിച്ചു. ഇനി നമുക്ക് അറിയാനുള്ളത്, വളരെ കേട്ട് പരിചയമുണ്ട് എങ്കിലും നമുക്ക് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഭജൻസ് എന്ന് നമ്മൾ ഒരു കോമൺ ആയിട്ട് പറയുമെങ്കിലും നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടിയിട്ട് മാമിന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെല്ലാം ടൈപ്പ് ഭജൻസ് ആണ് നിലവിലുള്ളത്? ടൈപ്പിന് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. സൗത്തിൽ പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ സോപാന സംഗീതമാണെങ്കിലും അഷ്ടപതി ആണെങ്കിലും വളരെ പോപ്പുലർ ആണ്. ഒരിടയ്ക്ക് വളരെ പോപ്പുലർ ആയിരുന്നു. ഗീത നമുക്കറിയാം, ജയദേവന്റെ ഗീതാഗോവിന്ദ കൃതിയാണ് സോപാന സംഗീതത്തിലും അഷ്ടപതിയിലും വരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, ഇതെല്ലാം ഭജനയുടെ ഒരു കാറ്റഗറൈസേഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൂഫി അത് ഭജന്റെ കാറ്റഗറിയാണ്, അഭംഗ് ഭജന്റെ കാറ്റഗറിയാണ്, പിന്നെ നമ്മളെ തിരുപ്പാവ് ഇതെല്ലാം ഭജന്റെ കാറ്റഗറിയാണ്. അതിൽ തന്നെ കാവടി ചിന്താണെങ്കിലും സോപാന സംഗീതം എന്ന് പറയുമ്പോൾ സോപാനം, നടയുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ ഒട്ടി ഓരോ ഒക്കേഷൻ, ഇറ്റ് കുഡ് ബി നട അടച്ചിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുമ്പോഴായിരിക്കും, ദീപാരാധന ചെയ്യുമ്പോഴായിരിക്കും. പക്ഷെ അതെല്ലാം അഷ്ടപതിയെ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇടയ്ക്കൊക്കെ സൂട്ടബിൾ ആയിട്ട് അവര് ആലപിക്കുന്നതാണ് സോപാന സംഗീതം. അഷ്ടപതി അതേപോലെ തന്നെ നമുക്കറിയാം വളരെ പോപ്പുലർ ആണ്. ഇപ്പോൾ ഒന്നുകൂടി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയപയോധി ജലേ ഹരേ കൃഷ്ണ ഋതവാനസി ദേഹം വിഹിതവഹീത്ര ചരിത്രമദേകം കേശവാധൃത നീലശരീര ജയ ജഗദീശ ഹരി ഗോപാല കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഇതൊരു തരം, അതൊരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ്. ഒരുപാട് അഷ്ടപതികളുണ്ട് ജയദേവന്റെ വിവിധ രാഗങ്ങളിൽ. ഞാൻ അധികം പഠിച്ചിട്ടില്ല, അറിയുന്ന ഒരു ചെറിയ ഒരെണ്ണം, ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് ഞാൻ അത് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ആ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇതെല്ലാം തന്നെ വിവിധ ഭജനയിൽ ഉൾപ്പെടുന്നില്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതെല്ലാം ഓരോ ഡേറ്റിയെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കുന്നതാണ്. മറ്റേത് രാധയും കൃഷ്ണനുമായിട്ടാണ് ഈ അഷ്ടപതിയിൽ മുഴുവൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, മറ്റേതിലെല്ലാം ഓരോ പെർട്ടിക്കുലർ ഡേറ്റ് ചെയ്ത ഗ്ലോറീസിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോ ഭജനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ ഭജനയിൽ ഒരാൾ പാടി ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നുണ്ടോ, എല്ലാവരും കൂടെ പാടുന്നുണ്ടോ, പിന്നെ വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ എന്ത് തരം ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇടയ്ക്കായിരിക്കാം, ഇടയ്ക്കയും പിന്നെ ധോലക് എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ഭയങ്കര പോപ്പുലർ ആണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് തബല, ഇവിടെയൊക്കെ തബലയും മൃദംഗവും യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട്. നമുക്ക് അവരവരുടെ ആ ചുറ്റുപാടിന് എന്താണ്, നമുക്കിപ്പോ എപ്പോഴും ധോലക് വായിക്കുന്നവരെ ഒന്നും ഇവിടെ അധികം കിട്ടി എന്ന് വരില്ല. തബല യൂസ് ചെയ്യും, പക്ഷെ ഇമ്പാക്ട് അത്ര തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിണ്ണാരം എന്ന് പറയും, അവര് അവിടെ കരുത്താൽ എന്നാണ് അതിന് പറയാം. അപ്പൊ അങ്ങനെ അതിനൊക്കെ ഒരു ഇതുപോലെയുള്ള അതിന് നല്ലൊരു ഇങ്ങനെ വരുമ്പോ അതിനൊരു ഒരു നകാരം എന്നാണ് പറയുന്നത്. അത്
കേൾക്കുന്ന ആ സൗണ്ടിന് വലിയ, ആ സൗണ്ട് വേവ്സിന് നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹരി രാമ ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് വയ്ക്കുമ്പോ ഒരു താളവും കിട്ടി. അപ്പൊ നമുക്ക് വേറെ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമില്ല, എന്നാ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പാടുകയും ചെയ്യും. ഭജനയ്ക്ക് ഉള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിലും കൂടെ നമുക്ക് നാമാവലി എന്ന് പറഞ്ഞിട്ട് നമ്മള് വളരെ പോപ്പുലർ ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് സൗത്തിലൊക്കെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ മന്ത്രം അല്ലെങ്കിൽ ഒരേ നാമം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ, പിന്നെ ശ്രീരാമ ജയ രാമ, അത് കണ്ടിന്യൂസ്ലി പാടിക്കൊണ്ടിരിക്കാം. അതൊരു നാമാവലിയാണ്. പിന്നെ ഈയിടെയല്ല, കുറെ കൊല്ലമായിട്ട് ശിവരാത്രിക്ക് നമ്മളുടെ അടുത്തുള്ള ഒരു അമ്പലത്തില് ഒരു സ്കൂളിന്റെ കുട്ടികളെ അവരുടെ ടീച്ചറോ ഗുരുക്കന്മാരോ നയിച്ചുകൊണ്ട് 108 റൗണ്ട്സ് ശിവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പോകുന്നത്. അതൊരു മാർച്ചിങ് ഒരു ബീ ആണല്ലോ. ബിക്കോസ് ഇവർക്ക് തളരാണ്ട് ഇത്രയും പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഈ നാമം ജപിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൊ അതിനൊരു എന്താ പറയാ, ഒരു പെപ്പ് ഉണ്ട്, ഒരു എനർജി, ആ ഒരു ട്യൂണും ആ ഒരു ബീറ്റ് കേൾക്കണവർക്കും അതിന്റെ ഒപ്പം തന്നെ അവിടെ തൊഴാൻ വേണ്ടി വന്നിട്ടുള്ളവരും അതിന്റെ ഒപ്പം ഈ നാമം ജപിച്ചുകൊണ്ട് പോകും. അതിന് വളരെ അധികം ഒരു പ്രാധാന്യം ഇപ്പോൾ നമ്മൾ അമ്പലത്തിലും പ്രത്യേകിച്ച് അമ്പലങ്ങളിലും കാണുന്നുണ്ട്. ഒരേ നാമം ഭജിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു വ്യത്യാസം. വളരെ വളരെ വിശദമായിട്ട് തന്നെ മാം അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ ഒരു ചോദ്യം എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ സമ്പ്രദായ ഭജന ഈ നമ്മൾ കേൾക്കുന്ന ഭജനയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? സമ്പ്രദായ ഭജന എന്ന് പറയുന്നത് ശരിക്കും കൂടുതലും ഞാൻ ഈ വാക്കും ഇതും കേട്ടിട്ടുള്ളത് കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ഹാൻഡഡ് ഓവർ ഫ്രം ജനറേഷൻസ്. ഒരു ലെഗസി, ഒരു ഹെറിറ്റേജ്, ഒരു കൾച്ചറാണ്. അപ്പോ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹ മഠങ്ങളിലൊക്കെ ഇത് വളരെ പോപ്പുലറാണ്. ഇപ്പോൾ ഈവൻ രാമനവമി ആണെങ്കിലും ഓരോ ഫങ്ഷൻസിനും നമ്മൾ ഈ സമ്പ്രദായ ഭജൻ കേൾക്കുന്നുണ്ട്. അതിനൊരു സമ്പ്രദായം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലെഗസി, ഒന്ന് ഹെറിറ്റേജ്, പിന്നെ ഒരു ചിട്ട, ഒരു സിസ്റ്റം ഓഫ് സിംഗിങ് ദ ഭജൻസിനെയും നമുക്ക് സമ്പ്രദായം എന്ന് പറയാം. അപ്പൊ ഇത് ഈ ഭക്തി മൂവ്മെന്റ് തമിഴ്നാട്ടില് പ്രചരിപ്പിച്ച ആ സമയത്ത് ഇത് ശരിക്കും ഈ സമ്പ്രദായ ഭജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മറാത്ത കിങ്സ് ആണ്. എവിടെയാ, കൂടുതലും തഞ്ചാവൂർ ആ സൈഡില് ഈ മറാത്ത കിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് കൂടുതലും അത് പുരന്ദരദാസ ഇങ്ങനെയുള്ള കമ്പോസേഴ്സിന്റെ കൃതികളായിരുന്നു അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സൗത്തിലൊക്കെ തഞ്ചാവൂർ സൈഡിൽ നമുക്കറിയാം, ട്രിച്ചി തഞ്ചാവൂരിലൊക്കെ മഹാവിഷ്ണു ലക്ഷ്മിയാണ് അവരെ ഭജിച്ചുകൊണ്ടിരുന്നത്. ഇത് ജയദേവന്റെ കൃതികളും പുരന്ദരദാസ കൃതികളും ഒക്കെ വന്നപ്പോൾ വിഠലനെ ഭജിക്കാൻ തുടങ്ങി, രാധാകൃഷ്ണനെ ഭജിക്കാൻ തുടങ്ങി. അങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡേറ്റീസിനെ ഭജിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ബോധേന്ദ്ര സരസ്വതി സ്വാമികളാണ് ഇതിന് ശരിക്കും, അദ്ദേഹം പൂരിയിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു 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 തോന്നലുണ്ടായത്. അത് കാരണം അദ്ദേഹം അവിടെ അതിനെ കൊണ്ടുവന്നു. പിന്നെ ശ്രീധർ അയ്യാവാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേര് അതിനെ പ്രചരിപ്പിച്ചു. അപ്പൊ അത് ഇപ്പോ കമ്പൽസറി ആയിട്ട് തന്നെ സമ്പ്രദായ ഭജനകൾ അവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. അതിൽ ധ്യാന ശ്ലോകം ആദ്യം പറയും, പിന്നെ അതിന് തോടയമംഗളം എന്ന് പറയും, ധ്യാന കീർത്തനങ്ങൾ, പല പല ഡേറ്റീസിനെ പറ്റി നമ്മൾ എങ്ങനെയാ എവിടുന്ന് തുടങ്ങാം, വിനായക ഗജാനനെ ഗണപതിയെ പറ്റി തുടങ്ങി, പിന്നെ ദേവിയെ പറ്റിയുള്ളതായിരിക്കും, ശിവനെ പറ്റിയുള്ളതായിരിക്കും, കൃഷ്ണനെ പറ്റിയോ മഹാവിഷ്ണുവിനെ പറ്റിയോ ശ്രീരാമനെ പറ്റിയോ ഹനുമാനെ പറ്റിയോ മുരുകനെ പറ്റിയോ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഡേറ്റീസ് ഒക്കെ കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ കമ്പോസേഴ്സിനെ മാത്രം അങ്ങനെയുള്ള ഇതുണ്ട്. ഭദ്രാചല രാംദാസിന്റെയും പുരന്ദരദാസ കൃതികളുടെയും അന്നമാചാര്യ കൃതികളുടെയും സദാശിവ ബ്രഹ്മേന്ദ്ര അവരുടെ സ്വാമികളുടെ കൃതികൾ, ഇങ്ങനെ
നമ്മള് പിന്നെ ഗോപാലകൃഷ്ണ ഭാരതി, പാപനാശം ശിവൻ, ഇവരെയൊക്കെ ഇതെല്ലാം ഈ നമ്മൾ ആരോ ചോദിച്ച പോലെ ഇവരൊക്കെ ഈ ഭജന പാടിയിട്ടാണോ ഇവർക്കൊക്കെ അനുഭൂതി വന്നത്, ത്യാഗരാജസ്വാമി. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു നമ്മുടെ ഒരു പ്രഭാഷണത്തിൽ നൊച്ചൂര് പറഞ്ഞത്, രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇവരെല്ലാം അനുഭൂതി നേടിയിട്ടാണ് പാടിയത് എന്നുള്ളത്. അത് ത്യാഗരാജസ്വാമി ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. നമ്മള് ഈശ്വരനെ ഭജിച്ച് ആ അനുഭൂതി ഉള്ളിൽ വന്നപ്പോൾ അവര് തന്നെ അറിയാണ്ട് അവരുടെ വായിൽ ഈ കൃതികൾ വന്നു. അത് ഭജനയായിട്ട് ഭക്തിയുള്ളവർ സ്വീകരിച്ച് ഇപ്പോൾ അത് പാടാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മഹാന്മാരുടെ കമ്പോസിഷൻസ് നമ്മൾ പാടുമ്പോൾ പക്ഷെങ്കിലും നമുക്കും ആ പാടുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇത്രയെങ്കിലും ഭക്തിയുടെ ഒരു അനുഭൂതി ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പൊതുവായ ഒരു ധാരണ. വെരി ഗുഡ് മാം. ആക്ച്വലി രമണ മഹർഷിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തപ്പോഴാണ് അദ്ദേഹം എഴുതിയ ചില കൃതികൾ, രമണ മഹർഷിയുടെ കൃതികൾ തമിഴ് കൃതികളാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ഭജൻസ്, ചില എന്താ ശരിക്കും കുറച്ച് സ്പിരിച്വാലിറ്റിയും ഉള്ളതും പക്ഷേ അതേ സമയം തന്നെ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില സൂക്തങ്ങളാണ് അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. ഞാനത് അടുത്തിടയ്ക്ക് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ, ഇവിടെ ഞാനിപ്പോ ബാംഗ്ലൂരാണ്, ഇവിടുന്ന് ഇടയ്ക്ക് ഞാൻ അവിടെ പോയി ക്ഷേത്രത്തിന് പോവാറുണ്ട്. അരുണാചല രമണമാല എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലർ ആണ്. ട്യൂൺ ഇല്ലാണ്ടാണ് ഞങ്ങളൊക്കെ സാധാരണ. പിന്നെ ഓരോരുത്തർക്ക് പാടാനുള്ള ഇത്രയും ഒരു ലോങ് ആയിട്ട് നമ്മൾ വരുമ്പോ ഓരോരുത്തർക്ക് അതിന്റെ ഒരു എനർജി കിട്ടാൻ വേണ്ടി അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ട്യൂൺ ഇടാം. അത് നമുക്ക് എല്ലാം മിക്ക സ്തോത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാത്തിലും ലിംഗാഷ്ടകം, എനിക്ക് തോന്നുന്നു പത്മകുമാറിന് അറിയാം അല്ലെ, ബ്രഹ്മമുരാരി സുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം. ഇത് നല്ല, അത് പാടുമ്പോൾ ഒരു എനർജി. സാധാരണ വെറുതെ നമ്മൾ ഒരു ശ്ലോകം ഒരു സ്തോത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു അതുണ്ട്, പക്ഷെ ഇങ്ങനെ ശ്ലോകങ്ങൾ ട്യൂണായിട്ട് നമ്മൾ പാടുമ്പോൾ ഗ്രൂപ്പായിട്ട് പാടാം, അത് തലയിൽ ഉറക്കുകയും ചെയ്യും, നമുക്ക് കാണാണ്ട് പാടാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ട്യൂണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭജനയായി, അത് നമ്മുടെ മനസ്സിലും നിൽക്കും. നമ്മുടെ ഋഷിവര്യന്മാർ ഇപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണല്ലോ പിന്നീടുള്ള സന്യാസി പരമ്പരകളെല്ലാം ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന ശങ്കരാചാര്യരുടെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണെങ്കിലും അതിനുശേഷം വന്ന എല്ലാ പ്രഗത്ഭരായ സന്യാസി വര്യന്മാരുടെയും ഓരോരോ ക്ലാൻസ് അല്ലെങ്കിൽ അവരുടേതായ വിഭാഗങ്ങൾ, ചിന്മയാനന്ദ സ്വാമിജിയുടെയും അങ്ങനെ എല്ലാവരുടെയും നമ്മുടെ ഒരു ഇന്ത്യയില് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ഗ്രാമത്തിലും ഓരോരോ സന്യാസിവര്യന്മാര് ഓരോരോ ഒരു ക്ലാൻ അല്ലെങ്കിൽ പാരമ്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹം അതുമായിട്ട് ചേർന്നിട്ടാണ് വളരുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ പോയാൽ, അവിടുന്ന് കർണാടകയിൽ വന്നാൽ, കേരളത്തിൽ വന്നാൽ, ഞാൻ പറഞ്ഞ ഈ ഭക്തി കുറച്ചൊന്നും കുറവായിട്ട് ഞാൻ കണ്ടത് കേരളത്തിലാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അവിടെ പണ്ടൊക്കെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു സന്ധ്യക്ക് നാമം ജപിക്കുക. അപ്പോ നമ്മള് പലതും ഇന്ന് പോലെ ചിത്രയൊക്കെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് എത്രയോ, ജ്ഞാനപ്പാലം ഫോർ എക്സാമ്പിൾ, പീലീല പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. ഇതൊക്കെ ഇവര് പാടി വെച്ചിട്ടുള്ളത് ദിവസവും ഗുരുവായൂർ ചെന്നാൽ കേൾക്കാൻ പറ്റും. ഇതെല്ലാം ഈ ട്യൂണിൽ പാടുമ്പോൾ നമുക്ക് ആ തത്വമാണ് അത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും, പാടാൻ ഒരു മടിയില്ലാണ്ട് അത് ദിവസവും കേൾക്കാനും ഒരു സന്തോഷം, പാടാനും സന്തോഷം. അപ്പൊ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള ഈ എന്താ പറയാ, ഇവര് എങ്ങനെയാ കമ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉള്ളിൽ ഇല്ലാണ്ട് കമ്പോസിഷൻ വരില്ല. ഇങ്ങനെയുള്ള കമ്പോസിഷൻസ്, പ്രത്യേകിച്ച് ജ്ഞാനപ്പാനയാണ് അതുപോലെ നാരായണീയം പോലെയുള്ള ഇതൊന്നും ഉള്ളില് തട്ടാണ്ട് പുറത്തേക്ക് വരില്ല. അത് ഇന്ന് നമ്മൾ പാടുമ്പോൾ നമുക്ക് ആ അനുഭൂതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞതുപോലെ
ഋഷിവര്യന്മാർ അതിൽ തന്നെ എത്രയോ പേര് വാഗ്ഗേയക്കാരായിരുന്നു, എത്രയോ പേര് കമ്പോസേഴ്സ് ആയിരുന്നു. അപ്പോ അവരെല്ലാം അതിന്റെ പരമ്പരകൾ ഇപ്പോഴും നമ്മൾ സദാശിവ ബ്രഹ്മേന്ദ്രരെ പോലെ ഉള്ളവര്, അന്നമാചാര്യ, പിന്നെ ഭദ്രാചല രാമദാസ്, ഇവരെല്ലാം ഭക്തി മൂവ്മെന്റിനെ അവർ പ്രചരിപ്പിക്കണം എന്ന് വിചാരിച്ച് പ്രചരിപ്പിക്കുകയല്ല. അവർക്ക് അത്രയും ഭക്തി ഉള്ളത് കൊണ്ട് ആ ഭക്തിയിൽ അവർ ഭഗവാനോടുള്ള ഡയലോഗ് അത് രാഗത്തില് ആയിരിക്കാം, അതിനെ ഇത് കേൾക്കണവര് പിടിച്ച് പാടുകയാണ്. അങ്ങനെ നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്കൊക്കെ കുറച്ച് ഇവിടം വരെ സിപ്പിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട്ടിലുള്ള നാമജപങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് അമ്മമാർ പറഞ്ഞത്, ആ ട്രഡീഷൻ, സമ്പ്രദായം എന്ന് നമുക്ക് പറയുന്നതിനെ നമ്മൾ കടപിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും അല്ല സ്ട്രിക്റ്റ് ആവേണ്ടത്, കുറച്ചൊന്നും അല്ല ഡിസിപ്ലിൻ വേണ്ടത്. അത് നമുക്ക് ഹൗസ് ഇന്നത്തെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു നാമം തീർച്ചയായിട്ടും ഉണ്ടാവും, പാട്ടുണ്ടാവും, ഭജന ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോ വളരെ പോപ്പുലർ ആവുന്നുണ്ട് കേട്ടോ ഭജന. പ്രത്യേകിച്ച് ഞാൻ അമ്പലങ്ങളിലൊക്കെ നോക്കുമ്പോ എത്ര ഗ്രൂപ്പ്സ് ആണ് വന്ന് ഭജന പാടുന്നത്. ഈ അഖണ്ഡ ഭജന നമ്മുടെ നവരാത്രി ടൈമില് ചെമ്പൈ കലോത്സവം ഉള്ളപ്പോ എത്ര പേരാണ് പാടുന്നത്. അപ്പോ സംഗീതം നശിച്ചിട്ടില്ല, പക്ഷെ ഈ ഭജന ആ സമ്പ്രദായം ഒന്നുകൂടി അതിനൊരു ഉണർവ് വരുത്തേണ്ടതാണ്. അതിൽ ഞാനൊരു ചെറിയൊരു പല നമ്മള് കമ്പോസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. വളരെ പോപ്പുലർ ആയിട്ടുള്ളതും ഉള്ളിൽ തട്ടിപ്പാടിയിട്ടുള്ള ചിലവരുടെ ഒരു 2 ലൈൻ, സോ ദാറ്റ് അവർക്കൊരു ട്രിബ്യൂട്ട് ടു ദോസ് കമ്പോസേഴ്സ് എന്നുള്ളത് പറയുന്നത് കൊണ്ട് വിരോധമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതാണല്ലോ വിഷയം തന്നെ, നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് 2 വരികൾ അവരുടെ അന്നമാചാര്യ എല്ലാവർക്കും അറിയാം. അവരുടെ പാട്ടുകൾ വളരെ പോപ്പുലർ ആണ്, പ്രത്യേകിച്ച് ആന്ധ്ര ആ ഭാഗങ്ങളിൽ. വന്ദേ വാസുദേവം ശ്രീപതിം വന്ദേ വാസുദേവം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീനാഥ ശരണം പറഞ്ഞിട്ട് അവിടെ ഒരു ഇതുണ്ട്. പിന്നെ പുരന്ദരദാസ് നാരായണ നിന്റെ നാമദ ശരണയ സാരാമൃതവു ഞന്ന നാളികേ വര നാരായണ. പുരന്ദരദാസന്റെ എത്ര തന്നെയാണ് ഇല്ലാത്തത്, വളരെ പോപ്പുലറാണ്. അതേപോലെ സദാശിവ ബ്രഹ്മേന്ദ്രൻ വളരെ രമണ മഹർഷിയെ പോലെ തന്നെ ഇവോൾവ് പേഴ്സൺ ആണ്. ഭജരേയതുനാദം മാനസ ഭജരേയതുനാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. പിന്നെ നാരായണ തീർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ഇഷ്ടം പോലെ കോമ്പോസിഷൻസ് ആണ്. കല്യാണ ഗോപാലം കരുണാലവാലം കല്യാണ ഗോപാലം വേർഡ്സ് മറന്നു, പക്ഷെ ഇതെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ്സ് ആണ്. നാരായണ തീർത്ഥർ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത്. അതേപോലെ തന്നെ ത്യാഗരാജരുടെ എല്ലാ പാട്ടും ഘന രാഗങ്ങളിലും ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ളതും ഉണ്ട്. അതിൽ തന്നെ ഉത്സവ സമ്പ്രദായം ആ കൃതികളൊക്കെ ഇതിലൊക്കെ പാടും. എന്താ പറയാ, അതിന് ഉത്സവ സമ്പ്രദായ കൃതികൾ എന്നാണ് പറയാറ്. കൂടുതലും ഫങ്ഷൻസിന് പാടുന്നത് എന്ന് പറയുന്നത്. കൂത്തുകാട് വളരെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള പാൽവടിയും മുഖം നിനൈந்து നിനൈந்து പരവശമികവാകേ കണ്ണാ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് അദ്ദേഹത്തിന്റെ ഒരുപാട് എഗെയിൻ ഭഗവാനെ കണ്ടറിഞ്ഞ ഒരു കമ്പോസറാണ് കൂത്തുകാട്. തായ് യശോദ അദ്ദേഹത്തിന്റെ അല്ലേ? തായ് യശോദ
തായേ യശോദ, തായ് യശോദ, ഇങ്ങനെയുള്ളതൊക്കെ വളരെ പോപ്പുലർ ആണ്. നമ്മുടെ മ്യൂസിക് ഫീൽഡില്, മൂവി ഫീൽഡിൽ തന്നെ അത് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നു. പിന്നെ തായ് യശോദ, ഇതെല്ലാം വളരെ പോപ്പുലർ ആണ്. അങ്ങനെ പിന്നെ ഈയിടെയായിട്ടുള്ള കാമക്കോടി ചന്ദ്രശേഖര ഭാരതികളുടെ ഒക്കെ കൃതികൾ പോപ്പുലർ ആണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ, അത് അദ്ദേഹത്തിന്റെയാണ്. ഇങ്ങനെ നമുക്ക് എത്ര കമ്പോസേഴ്സ് ആണെന്നുള്ളത് ഒരു കണക്കില്ല. ഏത് കമ്പോസറിനെ എടുത്ത് പാടിയാലും അതെല്ലാം ഈ സമ്പ്രദായ കൃതികളിൽ ഉൾപ്പെടുത്തും. അവർ ദേ ട്രൈ ടു ഇൻക്ലൂഡ് ആസ് മെനി ആസ് ഓൾ ദീസ്, ബിക്കോസ് ഇതെല്ലാം എന്താ പറയാ, ശരിക്കും ഭക്തിയിൽ ഊറിയിട്ട് അവർ കമ്പോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ സമ്പ്രദായ ഭജൻസിൽ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ചിട്ടയും കൂടെ ഉണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ വളരെയധികം കർണാടകയില് ഫേമസ് ആയിട്ടുള്ള ഒരു ഭജന സമ്പ്രദായം വെച്ചാൽ അദ്ദേഹത്തിന്റെ കൃതികള് മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള രാഘവേന്ദ്ര സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ, രാഘവേന്ദ്ര സ്വാമികൾ വളരെ പോപ്പുലർ ആണല്ലോ. അദ്ദേഹത്തിന്റെ കൃതികള് കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത് കർണാടകയില് ഹൈദരാബാദ് ബ്രദേഴ്സ് പാടി. ഈ അടുത്തിടയ്ക്ക് 1-2 കൃതികൾ അദ്ദേഹം അവര് ബാംഗ്ലൂർ എന്നൊക്കെ പാടിയിരുന്നു. വളരെ തുങ്ക തരംഗ എന്ന് പറഞ്ഞൊരു പാട്ട്, അതെല്ലാം കുറെ ഉണ്ട് അദ്ദേഹത്തിന്, ഒരുപാട് പാട്ടുകൾ. അതാ പറഞ്ഞത്, ഇതെല്ലാം യോഗ്യവര്യന്മാരാണ്. ഇവിടെയൊക്കെ പാട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം. പിന്നെ വളരെ നമുക്ക് ഡൗൺ ടു എർത്ത് ആയിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ പല പേട്രിയോട്ടിക് സോങ്സും പോപ്പുലർ ആണ്. അതിനെ ഭജൻ കാറ്റഗറിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം, ഗാന്ധിജി പോപ്പുലറൈസ് ചെയ്ത് ഇതെല്ലാം എന്തുകൊണ്ട് ഭജനയിൽ ഉൾപ്പെടുത്താൻ പാടില്ല? എല്ലാം വെരി വെരി പോപ്പുലർ സോങ്സ് ഉണ്ട് നോൺ. അതേപോലെ തന്നെ വൈഷ്ണവജനതോ തേനെ കഹിരേ പീര് പരായി ജാനിരേ, ഇതുണ്ട്. പിന്നെ വന്ദേ മാതരം, അതെന്തുകൊണ്ട്? അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭാരതത്തെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോ ഭാരത മാതാ കി ജയ് എന്ന് നമ്മള് പേട്രിയോട്ടിക് ആയിട്ട് പറയേണ്ട ഒരു സമയത്ത് ഇതെല്ലാം തീർച്ചയായിട്ടും വളരെ പോപ്പുലറൈസ് ചെയ്യേണ്ട ഭജൻ കാറ്റഗറിയിൽ തന്നെ പെടുത്താം. എന്തുകൊണ്ട് വൈ കാന്റ് വി തിങ്ക് ഓഫ് വന്ദേ മാതരം ടുഡേ? മദേഴ്സ് ഡേ ആണ്. അപ്പോ നമ്മുടെ അമ്മയാണ്, ഭാരത മാതാ കി ജയ് എന്ന് പറയാൻ നമ്മൾ എന്തിനു മടിക്കണം? നമുക്ക് എല്ലാം തരുന്ന ഭൂമിയാണ് അല്ലെ. ഇന്ന് നമ്മുടെ ശ്വാസം നമുക്ക് വിടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ ലഭിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഇതിന് ദിസ് ഇസ് ബിയോണ്ട് റിലീജിയൻ, ബിയോണ്ട് ഈവൻ എന്താ പറയാ സെക്ടേറിയൻ നാരോ മൈൻഡഡ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് തിങ്കിങ്ങിനേക്കാളും നമ്മള് ഭാരത് മാതാ കി ജയ് എന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം, ആ ഒരു പേട്രിയോട്ടിസം വേണം. ബിക്കോസ് തീർച്ചയായിട്ടും നമ്മുടെ അമ്മയാണ്. അമ്മ ഇസ് സംതിങ് എല്ലാ റിലീജിയനിലാണെങ്കിലും ഏത് സെഗ്മെന്റില് കമ്മ്യൂണിറ്റിയിൽ പെടുന്നതാണെങ്കിലും എന്ത് ഭാഷയാണെങ്കിലും എന്ത് തരം എങ്ങനെ വിളിച്ചാലും മദർ, മോം, അമ്മ, അമ്മ, ഉമ്മ എന്ത് വേണമെങ്കിലും വിളിക്കാം, അമ്മച്ചി. പക്ഷെ ആ കാറ്റഗറിയിൽ പെടുത്താവുന്ന പാട്ടുകൾ ഇതെല്ലാം കുറെ പെട്രിയോട്ടിക് സോങ്സ് ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ പല ഭജനയിലും ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക്. തീർച്ചയായിട്ടും അതൊരു പുതിയ പിന്നെ ഒരുപാട് കണ്ടംപററി കമ്പോസേഴ്സും ഒരുപാടുണ്ട്. നമുക്കറിയാം ഇവിടെ കേരളത്തിൽ തന്നെ TS രാധാകൃഷ്ണന്റെ പാട്ടുകൾ എത്ര പോപ്പുലർ ആണ്. അതറിയാത്ത മലയാളിയും രൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യന്റെ മുരളി പൊഴിക്കുന്ന ആ പാട്ട് എന്തൊരു മനസ്സിനെ തട്ടുന്ന ഒരു പാട്ടാണ്. നമുക്ക് അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും. Any song that invokes ഭക്തി
and we can sing with instruments, it's bhajana. Correct. ഇത്രയും ബ്രോഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തിനു നാരോ ആക്കണം. Correct. പിന്നെ we must also think about എന്താ പറയാ എത്രയോ സിംഗേഴ്സ് യേശുദാസിന്റെ ഹരിവരാസനം വിശ്വമോഹനം ഇന്നും ശബരിനടയിൽ ദിവസവും ഭഗവാനെ ഓർക്കുന്ന പാട്ടാണ്. അതൊക്കെ ബിയോണ്ട് എന്താ പറയാ ആര് പാടുന്നു എന്നുള്ളത് ഉപരി അതിനെ പാട്ടിനെ സ്വീകരിച്ചിരിക്കുന്നു ഭക്തന്മാർ. ചിത്ര എത്രയൊക്കെ പാട്ടുകളും ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഇതെല്ലാം ചിത്രയുടെ പോപ്പുലർ സോങ്സ് ആണ് ഭജന ആൽബംസിലും. ലതാ മങ്കേഷ്കറിന്റെ ഈശ്വര ഇതെല്ലാം എത്ര പോപ്പുലർ ആണല്ലേ. നമുക്ക് ബിയോണ്ട് റിലീജിയൻ ഖവാലീസ് ആണെങ്കിലും വി ആർ ബ്ലെസ്ഡ് ടു ബി ബോൺ ഇൻ ഇന്ത്യ. ഇത്ര വെറൈറ്റി, അത് ലാംഗ്വേജ് ആണെങ്കിലും ശരി, കമ്പോസേഴ്സ് ആണെങ്കിലും ശരി, സിംഗേഴ്സ് ആണെങ്കിലും ശരി, മൂവീസ് ആണെങ്കിലും ശരി, ഇത്രയും സോങ്സ് നമുക്ക് തരുന്ന ഈ ഒരു ഭാരതദേശത്തെ നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഭാഗ്യമാണ് നമ്മളിവിടെ ജനിച്ചത്. ചില നമുക്ക് ഇത്രയും ഭാഷകള്, ഇത്രയും ഭക്തി, ഡിഫറെന്റ്, അതായത് വ്യത്യസ്തങ്ങളായ ഭക്തിയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിരവധി തരത്തിലുള്ള ഭക്ഷണങ്ങള്, ഭാഷ, വ്യത്യസ്തങ്ങളായ ആശയങ്ങള്, ആളുകള്, ഇതെല്ലാം ഒരേ എവിടെയും കിട്ടില്ല. നമ്മൾ തീർച്ചയായിട്ടും മാം പറഞ്ഞ ഏറ്റവും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്ത് ഡൈവേഴ്സ് ആണ്, പക്ഷെ എന്ത് എല്ലാത്തിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. റെസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു മലയാളി, ഒരു ബിയോണ്ട് റിലീജിയൻ, നമുക്ക് മലയാളത്തിലുള്ള എന്താ പറയാ ചില ഇഷ്ടമില്ലാത്ത ഒരു ആളുണ്ടാവോ? നമുക്കത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഈശ്വരനെ അത് കാണാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മള് ആയിരം കാലം അകലെയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ജനിച്ച് വളർന്നിട്ടുള്ളവരാണ് നമ്മള്. യേശുദാസിന്റെ യേശുദാസ് നമ്മുടെയൊക്കെ എന്താ പറയാ നമ്മളെയൊക്കെ ഭക്തി സാമ്രാജ്യത്തിലേക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ മൂലം കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. കമ്പോസേഴ്സ് ആണെങ്കിലും സിംഗേഴ്സ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും അതിനെ ഒരു നാരോ മൈൻഡഡ് ആയിട്ട് തിങ്ക് ചെയ്യാണ്ട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ ആ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, മാം വളരെ കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു TS രാധാകൃഷ്ണനാജിയുടെ കാര്യം. അതായത് കേരളത്തിൽ 80-ന് മുൻപ് ഈ ഭജന സമ്പ്രദായങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം അമ്പലങ്ങളിലൊക്കെ 1-2 ആളുകളൊക്കെ ഇരുന്ന് എന്തെങ്കിലും നാമം ജപിച്ച് പോരുക എന്നല്ലാതെ ഒരു ഭക്തിയോടുകൂടി ഒരു ഭജന സംഘം ഞാൻ കണ്ടു തുടങ്ങിയത് ഈ TS രാധാകൃഷ്ണനാജി ഒരു സ്റ്റേജ് പെർഫോമൻസിലേക്ക് ഈ ഭജനയെ കൊണ്ടുവന്നപ്പോഴാണ്. അതിന് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഈ സമ്പ്രദായ ഭജൻസ് കമ്മ്യൂണിറ്റീസ് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തില് പ്രത്യേകിച്ച് ഈ ഭാഗം പബ്ലിക്കിന് വേണ്ടിയിട്ട് പബ്ലിക്കിന് അത് കൂടുതൽ അത് പബ്ലിസിറ്റി കൊടുത്ത് സാധാരണ ജനങ്ങളെ കൂടി ഇത് ഭക്തിഗാനമേളയാണ്, ഇത് കേൾക്കാൻ പോകണം എന്നുള്ള ഒരു മനസ്സിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു ഉത്തരവാദിത്തത്തോടെ ചെയ്ത ഒരു സംഗീതജ്ഞനാണ് TST. ബാക്കി ലാംഗ്വേജസില് ഇപ്പൊ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോ കോളേജിലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങള് കോൺവെന്റിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു എക്സ്കർഷന് പോകുമ്പോ ചില പാട്ടുകള് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, ഇതെല്ലാവരെ കൊണ്ടും പാടിപ്പിക്കും. അത് ഇതൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധമായിട്ട് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള കന്യാസ്ത്രീകൾ. അപ്പൊ അതിനൊക്കെ ഐ തിങ്ക് അതൊന്നും എനിക്ക് അതൊരു ഡിഫറൻസ് പോലും തോന്നാത്ത ഒരു വേറെയാണ്, പാടാൻ പാടില്ല എന്നുള്ള ഒരു ഇതും തോന്നാത്ത. അത് അവിടെ പാടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ശ്രീരാമ ജയരാമ വീട്ടിൽ അതും ആ ഭജന ഉണ്ടാവും.
അതെ. ഇതൊന്നും വേറെ വേറെ ആണ് എന്നുള്ളത് ഒരു മനസ്സിൽ കുത്തിക്കേറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ എനിക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയൂ. ഭജനയ്ക്ക് ഭാഷയില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഭജനയ്ക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. അത് ഏത് ഭാഷയാവാം, ഏത് വർഗമാകാം, ഏത് ജാതിയാകാം, ഏത് ഈ ലോകത്തുള്ള ഏത് തലത്തിലും ഏത് സ്ഥലത്തും നമുക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏക ഒരു ആഭരണം എന്ന് പറയുന്നത് ഭക്തി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കലികാലത്തിൽ നമുക്ക് നാമജപവും നാമസങ്കീർത്തനവും ഭജനയും മാത്രമാണ് ഏറ്റവും എളുപ്പമായ വഴി. ഭക്തി ഭഗവാനിലേക്ക് എത്തിച്ചാലുള്ള ഏറ്റവും എളുപ്പമായ വഴി എന്നാണ് ഗുരുക്കന്മാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഈ സംസാരിച്ച ഈ വിഷയങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പല ടോപ്പിക്സും നമുക്ക് കുറേ പാട്ടുകൾ ഭജൻസ് പാടി കേൾപ്പിച്ചു, കുറെ ആചാര്യന്മാരെ കുറിച്ച് അറിയാൻ സാധിച്ചു, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ ഭജനയ്ക്ക് വേണ്ടി എന്താണ് നൽകിയത് എന്ന് കുറച്ചു നേരം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് സാധിച്ചു. ഇത് മാം പറഞ്ഞ പോലെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഒരു മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിനെക്കുറിച്ച് പ്രബന്ധങ്ങള് മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഏകദേശം 300-ൽ പരം ബുക്കുകൾ ഇതിനെക്കുറിച്ച് ആളുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഭജന സമ്പ്രദായങ്ങളെ കുറിച്ച്. അത്ര ഡീപ്പ് റൂട്ടിലായ സബ്ജക്റ്റ് ആണ്. അതിന്റെ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടിയ പല സംഗീതജ്ഞരും ഇന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ച്. അപ്പൊ അത്രമാത്രം ഗഹനമായ ഒരു വിഷയമാണ് നമ്മളെടുത്ത് ഇവിടെ 15 അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും മാമിന്റെ ഈ സമയത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് ഇത്ര അറിവുകൾ പങ്കുവച്ചത്, നല്ല കുറെ ഭജൻസ് ഞങ്ങൾക്ക് പാടി കേൾപ്പിച്ചതിലും ഞങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. രാധാ മാധവ ഗോപാല രാജീവ ലോചന ഗോപാല രാധാ മാധവ ഗോപാല രാജീവ ലോചന ഗോപാല ജയ 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 ഗോപാല നന്ദ കിശോര ഗോപാല നവനിത ചോര 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 ഗോപാല വൃന്ദാവന സഞ്ചാരിത ലോല നന്ദ കിശോര ഗോപാല രാധാ മാധവ ഗോപാല രാജീവ ലോചന ഗോപാല यमुना तीरे श्याम सुंदर कुंज बिहारी मुरली लोला यमुना तीरे श्याम सुंदर कुंज बिहारी यमुना तोला आश्रित वत्सल अनाथ बंधो दीन बंधु गोपाला आश्रित वत्सल अनाथ बंधो दीन बंधु गोपाला जय गोपाला जय गोपाला जय गोपाला जय गोपाला राधा माधव गोपाला राजीव लोचन गोपाला जय 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 गोपाला. സിംപ്ലി ഓസം മാം. ഇത്രയും ബ്യൂട്ടിഫുൾ ഭജൻ കേൾക്കാൻ സാധിച്ച വളരെ സന്തോഷം. അത് മാം തന്നെ കമ്പോസ് ചെയ്തു, അത് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നു. വളരെ വളരെ സന്തോഷം. സമ്പ്രദായ ഭജനത്തിലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഇടണം. ഈ സമ്പ്രദായ ഭജന എല്ലാത്തിലും ഇങ്ങനെ പറയും, വൃന്ദാവന ഗോപാലക്ക് ജയ, അങ്ങനെ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തന ഗോവിന്ദ ഹരി ഗോവിന്ദ
आंजनेय स्वामी की जय, श्री गुरु महाराज की जय. ഇത് അവരെപ്പോഴും ഒരു പ്രതിവചനമായിട്ട് റൗഡ് സിങ്സ് ജയ്, ബിക്കോസ് അത് വിക്ടറി ബി എന്ന് പറഞ്ഞ ഭഗവാനെ, വിക്ടോറിയസ് ആയിട്ടുള്ള ഭഗവാനെ നമ്മൾ ജയ വിളിക്കുകയാണ്. അത് സമ്പ്രദായ വചനത്തിലെല്ലാം ഉണ്ടാവും. വെരി ഗുഡ്. വളരെ നന്നായിരുന്നു മാം. പാട്ട് വളരെ ഗംഭീരമായിരുന്നു. പാട്ടെന്നല്ല തന്നെ ഞാൻ വിളിക്കേണ്ടത്, ഭക്തിഗീതം തന്നെയാണ് വിളിക്കേണ്ടത്. ഒരു ശരിക്കും ഭജനയാണത്. അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് കച്ചേരികളൊക്കെ മാമിനത് പാടുന്നുണ്ടാവും തീർച്ചയായിട്ടും. പാടണമെന്ന് ഞാൻ പറഞ്ഞത് ഒരു 10-20 ഫ്രണ്ട്സിന് വേണ്ടി അവരുടെ നാമം, അവരുടെ നെയിം തുടങ്ങണത് അനുസരിച്ച് ഒരു കോമ്പസിഷൻ എന്നുള്ള ഒരു കോവിഡിന്റെ ടൈമില് സൂമിലൂടെ അല്ലേ പറ്റുള്ളൂ. അപ്പൊ ഒരു 10-20 സോങ്സ് ഇൻ ഡിഫറെന്റ് നെയിംസ് ഞാൻ കമ്പോസ് ചെയ്തപ്പോ ലാസ്റ്റ് they said you should compose one starting with your name എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ യമൻ രാഗ് യമൻ is very very popular. അത് പാടാനുള്ള ഒരു അനുഭൂതി വേറെയാണ് രാഗ് യമൻ, അതിൽ പെട്ടതാണ്. വണ്ടർഫുൾ. അത് ഞാൻ പറയണത് മാം കച്ചേരിക്ക് പാടിയിട്ടില്ലെങ്കിൽ ഇനി പാടണം എന്ന് ഞാൻ പറയണത്. ചില സർപ്രൈസ് ആവും. ഡെഫിനറ്റ് ആയിട്ടും ആൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിൾ ആണ്, വളരെ ക്യാച്ചി വേർഡ്സ് ആണ്, രാഗം കറക്റ്റ് ആയിട്ട് അതിൽ ഫിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അത് ഞങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്തിന്റെ പരിധി മൂലം നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആശിഷ്, ഓവർ ടു യു. Thank you once again, for this wonderful experience. We'll definitely connect again live. Thank you, ma'am. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി നേരിട്ട് കാണാം. Thank you, Padma. Thank you, Ashish. സമർപ്പണം 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 സമർപ്പണം.